നമ്മളിപ്പോൾ ഇവിടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുട്ടമൂട് പൗരസമിതി ഇത് രണ്ടാം ഘട്ടമെന്നുള്ള നിലയിൽ ബിരിയാണി ചലഞ്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 1200ഓളം വരുന്ന ബിരിയാണികൾ പൗരസമിതിയുടെ പ്രവർത്തകർ നമ്മുടെ പ്രദേശത്ത്, അതായത് മുട്ടമൂട് പ്രദേശത്തു നിന്നും വീടുകൾ തോറും കയറി ഇറങ്ങി കളക്ട് ചെയ്ത് അത് ഈ നരുവാമൂടുള്ള മഹാലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് പാചകം ചെയ്ത് നമ്മുടെ പ്രവർത്തകർ തന്നെ, പൗരസമിതിയുടെ പ്രവർത്തകർ തന്നെ ആ കളക്ട് ചെയ്ത ഓർഡർ എടുത്ത വീടുകളിൽ പോയി കൊണ്ടുചെന്ന് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൗരസമിതിയുടെ ആദ്യഘട്ട പരിപാടി, അതായത് ഈ ദുരന്തം നടന്ന് അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം തന്നെ ദുരന്ത ഭൂമിയിൽ അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ സാധനങ്ങൾ, പിന്നെ സോപ്പ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, തുണിത്തരങ്ങൾ, സാരി, വെള്ളമടക്കം ആ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഒരു ദിവസം വൈകുന്നേരം ഒരു 2 മണിക്കൂർ എടുത്തുകൊണ്ട് നമ്മുടെ പൗരസമിതിയുടെ പ്രവർത്തകർ ഏകദേശം 50,000-ഓളം രൂപയുടെ അവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്ത് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അയക്കുകയുണ്ടായി. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ഈ ബിരിയാണി ചലഞ്ചിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ എടുക്കാൻ പോയപ്പോൾ 1, 2 ഒക്കെ എടുത്ത വീടുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പിന്നെ രണ്ടാമതും അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, 5, 6 ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. നല്ല രീതിയിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് പൗരസമിതിയുടെ പ്രവർത്തകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് മുട്ടമൂട് പൗരസമിതി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതുപോലെ ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ പൗരസമിതികളുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ നാടിന്, വയനാടിനൊരു കൈത്താങ്ങായി മാറണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പൗരസമിതിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് സുജിത്ത്. ഞാൻ നമ്മുടെ മുട്ടമൂട് പൗരസമിതിയുടെ രക്ഷാധികാരിയാണ്. നേരത്തെ നമ്മൾ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ക്യാഷ് അയക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ ഒട്ടനവധി പേർ മരിക്കുകയും ഒട്ടനവധി പേർ കാണാതാവുകയും ചെയ്യുന്ന അവസ്ഥ. 400ഓളം വീടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒലിച്ചു പോയുണ്ടായി. അപ്പോൾ നമുക്ക് അവരുടെ പുനരധിവാസം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ആ ഏറ്റെടുത്ത പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പൗരസമിതി ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുത്ത്. ഒരുപക്ഷേ നമ്മൾ ദൗത്യം ഏറ്റെടുക്കാൻ വിജയിക്കുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. എന്നാൽ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി പേർ, നമ്മുടെ ഓർഡർ എടുക്കാതെ നിരവധി പേർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അടുത്തുനിന്നുള്ള ഒട്ടനവധി പേർ ഇവിടെ വരികയും സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള ഈ പ്രവർത്തനം വൻ വിജയമാണ്. നമുക്ക് ഇതിലൂടെ പറയാനുള്ളത്, ഇതുപോലുള്ള സംഘടനകൾ, എല്ലാ സംഘടനകളും തന്നെ നമ്മുടെ ഈ വിജയം, സർക്കാരിൻ്റെ ഈ CMDRF വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംഘടനകളും മുന്നോട്ട് വന്ന് നമ്മുടെ വയനാടിൻ്റെ ഈ കഷ്ടപ്പാടിൽ നിന്ന് അവർ സംരക്ഷിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.